മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ വ്യവസായവുമായി ബന്ധപ്പെട്ട ക്ലാസ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം വ്യവസായത്തിന്റെ മറ്റൊരു ഭാഗമാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പം വ്യവസായവുമായി ബന്ധപ്പെട്ട് മുന്നേ ചെയ്തിട്ടുള്ള ക്ലാസ്സുകളുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. നിങ്ങൾ ആ ക്ലാസ്സുകൾ കാണുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സെക്ഷൻ വരെയൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പം അത് എല്ലാം കൂടി കണ്ടിട്ട് ഇതിലേക്ക് വരുന്നതായിരിക്കും ബെറ്റർ. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്. ഇരുമ്പുരുക്ക് വ്യവസായം എന്ന് പറയുമ്പോൾ നമുക്ക് PSCക്ക് വ്യവസായ മേഖലയിൽ നിന്നും ചോദിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖല എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം. ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പിന്നെയും കൂടുതൽ നമ്മൾ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളത്. അപ്പം അത് മാത്രമല്ല, നമുക്ക് കുറച്ച് SCERT ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങൾ കൂടി പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ക്ലാസ് ആണ് നമ്മൾ ഇന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ലോകത്തിൽ ഇരുമ്പ് അയിര് നിക്ഷേപത്തിന്റെ 20% നമ്മുടെ ഇന്ത്യയിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ 8ാം സ്ഥാനമുണ്ട്. അപ്പൊ ഈ 20% SCERT ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് അത് നോട്ട് ചെയ്തേക്കുക. എന്താ പറയുന്നത് 20% എന്ന്? ലോകത്തില് ഇരുമ്പ് അയിര് നിക്ഷേപത്തിൽ 20% ഇന്ത്യയിലാണ്. അപ്പം ഈ ഇരുമ്പ് അയിര് നിക്ഷേപത്തിൽ 20% ഇന്ത്യയിൽ, നല്ലൊരു ഭാഗം തന്നെ ഇന്ത്യയിൽ ഉള്ളത് കൊണ്ട് നമുക്ക് ഇരുമ്പുരുക്ക് വ്യവസായത്തിലും 8ാം സ്ഥാനമുണ്ട്. ഇരുമ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമാണ്. പിന്നെയോ ലോകത്തിൽ ഏറ്റവും കൂടുതൽ നിർമ്മിക്കുകയും ഉൽപ്പാദിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന ലോഹം ഏതാണെന്ന് ചോദിച്ചാലും ഇരുമ്പാണ്. പിന്നെ അറിയാലോ, നമ്മുടെ ഹീമോഗ്ലോബിൻ, രക്തത്തിലെ ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ ഇരുമ്പാണ്. ഇരുമ്പിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചാൽ അനീമിയാണ്. അതെല്ലാം നമുക്ക് അറിയാവുന്ന, പണ്ട് കൊച്ചു ക്ലാസ് തൊട്ടേ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ ഈ നമ്മൾ പറഞ്ഞു ഇരുമ്പയിര് നിക്ഷേപത്തിൽ ഇന്ത്യക്ക് 20% ഇന്ത്യയിലാണെന്ന് പറഞ്ഞു. എന്താണ് അയിരെന്ന് പറഞ്ഞാല്? നമുക്ക് അയിരുകളും ധാതുക്കളും പ്രത്യേക ഒരു ഭാഗമായിട്ട് ചെയ്യാനുണ്ട്. എങ്കിലും ഇതിൽ അയിരെന്ന് പറഞ്ഞപ്പോഴൊന്ന് പറഞ്ഞു പോവുകയാണ്. അയിരെന്ന് പറഞ്ഞാൽ നമ്മുടെ ലോഹങ്ങളെ വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്നതിന് ആവശ്യമായ ലോഹ സംയുക്തങ്ങളെയാണ്, അല്ലെങ്കിൽ ലോഹ ധാതുക്കളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? അയിരുകൾ എന്ന് വിളിക്കുന്നത്. അപ്പം ഈ ലോഹങ്ങളെ വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്നതിന് ആവശ്യമായ എന്തിനെ വിളിക്കും? ലോഹ സംയുക്തങ്ങളെയാണ് അയിരുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ഈ ഇരുമ്പിന്റെ അയിരുകൾ ഏതൊക്കെയാണ്? ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സിഡറൈറ്റ് എന്നൊക്കെ പറയുന്നത് എന്തിന്റെ അയിരുകളാണ്? ഇരുമ്പിന്റെ അയിരുകളാണ് ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സിഡറൈറ്റ്, ലിമോണൈറ്റ് എന്ന് പറഞ്ഞോക്കേ. ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സിഡറൈറ്റ്, ലിമോണൈറ്റ്. അപ്പൊ നോക്കിയേ, നമുക്ക് പറയാം. ഹേമ സൈഡ് സീറ്റിലിരുന്ന് മാഗ്നറ്റുമായി മോണ കട്ടിച്ചിരിക്കുന്നു. അപ്പം ഹേമ ഒരു ബസ്സിൽ പോവുകയാണ്, അവിടെ സൈഡ് സീറ്റിലാണെങ്കിൽ അവിടെ കയ്യിൽ ഒരു കാന്തം, ഒരു മാഗ്നറ്റ് ഉണ്ട്. അവൾ അതിനെ നോക്കി എന്ത് ചെയ്യാണ്? മോണ കട്ടിച്ചിരിക്കുകയാണ്. അപ്പം ഇരുമ്പിനകത്ത് ഒട്ടിപ്പിടിക്കുമെന്നൊക്കെ നോക്കിയിട്ട് അവൾ എന്ത് ചെയ്യാണ്? അത് നോക്കിയിട്ട് മോണ കട്ടിച്ചിരിക്കുകയാണെന്ന് ഓർക്കുക. ഇരുമ്പിൽ കാന്തം, ഇരുമ്പിൽ മാഗ്നറ്റ് ഒട്ടുമോ എന്ന് നോക്കിയിട്ട് മോണ കട്ടിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ്? ഹേമ സൈഡ് സീറ്റിലിരുന്നു, ഹേമറ്റൈറ്റ്, സിഡറൈറ്റ് എന്ത് എന്ന് പറഞ്ഞു? മോണ കട്ടിച്ചിരിക്കുന്നു, മോണ കട്ടി. ലിമോണൈറ്റ് എന്ത് ചെയ്തിട്ട്? മാഗ്നറ്റ് ഇരുമ്പിൽ ഒട്ടുമോ എന്ന് നോക്കിയിട്ട്. മാഗ്നറ്റ് എന്ന് പറയുന്നത് നമ്മൾ മാഗ്നറ്റൈറ്റിനെ ഓർക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് നോക്കിയേ. ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ് എന്നിവയെല്ലാം എന്തിന്റെ അയിരുകളാണ്? ഇരുമ്പിന്റെ അയിരുകളാണ്. നമ്മൾ എഴുതിയിട്ടില്ല, പറഞ്ഞതേ ഉള്ളൂ. ഒന്ന് ശ്രദ്ധിച്ചേക്കുക, വേണമെങ്കിൽ ഒന്ന് എഴുതി നോട്ട് ചെയ്ത് വെച്ചേക്കണം. അപ്പൊ നമ്മൾ ഈ ഇരുമ്പ് ഉൽപാദനത്തില് നമ്മൾ ഇരുമ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് ഉപകരണമാണ്? ഇരുമ്പ് നിർമ്മാണത്തിന് വ്യാവസായികമായി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറയുന്നത്. ബ്ലാസ്റ്റ് ഫർണസ്. ഈ ബ്ലാസ്റ്റ് ഫർണസിൽ ഇരുമ്പിന്റെ ഏത് അയിരാണ് ഉപയോഗിക്കുന്നത് ഇരുമ്പ് നിർമ്മാണത്തിന് ചോദിച്ചാൽ ഹേമറ്റൈറ്റ് ആണ്. ബ്ലാസ്റ്റ് ഫർണസിൽ ഇരുമ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് Fe2O3 ആണ്. Fe2O3 അഥവാ ഹേമറ്റൈറ്റ് ആണ്. ബ്ലാസ്റ്റ് ഫർണസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇരുമ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഉപകരണം ഏതാണെന്ന് ചോദിച്ചാൽ ബ്ലാസ്റ്റ് ഫർണസ് ആണ്. ബ്ലാസ്റ്റ് ഫർണസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഹേമറ്റൈറ്റ് എന്ന് പറയുന്ന അയിരാണ്. ഈ ഹേമറ്റൈറ്റിനോടൊപ്പം കൽക്കരിയും ലൈംസ്റ്റോണും ഒക്കെ നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട്. ലൈംസ്റ്റോൺ ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സിലിക്കൺ ഡയോക്സൈഡ് പോലെയുള്ള നല്ല മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. കൽക്കരി ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ കോക്ക് ഉപയോഗിക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ അതിന് ലാസ്റ്റ് അതിനെ നമുക്ക് എന്താക്കി മാറ്റാനാണ്? ഹേമറ്റൈറ്റിനെ എന്താക്കി മാറ്റും? അയണാക്കി മാറ്റുന്നതിന് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് ഈ കോക്കാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇരുമ്പ് നിർമ്മാണത്തിലെ പ്രധാന അസംസ്കൃത വസ്തു ഏതാണെന്ന് ചോദിച്ചാൽ കൽക്കരിയാണ്. ഇരുമ്പ് നിർമ്മാണത്തിലെ പ്രധാന അസംസ്കൃത വസ്തു ഏതാണെന്ന് ചോദിച്ചാൽ കൽക്കരിയാണ്. ഇരുമ്പ് നിർമ്മാണത്തിലെ പ്രധാന അസംസ്കൃത വസ്തുവാണ് കൽക്കരി. നമ്മൾ ഇത്രയും പ്രോസസ് ഒക്കെ ചെയ്തിട്ട് അവസാനം ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് ലഭിക്കുന്ന ഇരുമ്പിൽ എത്ര ശതമാനം കാർബൺ ഉണ്ടെന്ന് വെച്ചാൽ 4% കാർബൺ അടങ്ങിയ പിഗ് അയൺ ആണ് ബ്ലാസ്റ്റ് ഫർണസിൽ നിന്നും ലഭിക്കുന്നത്. അപ്പൊ നോക്കിയേ, നമ്മൾ ഇരുമ്പിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇരുമ്പ് വ്യാവസായികമായി നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന അയിര് ഏതാണെന്ന് ചോദിച്ചാൽ ഹേമറ്റൈറ്റ്
ഉപയോഗിക്കുകയാണ്. ബ്ലാസ്റ്റ് ഫർണസ് എന്ന ഉപകരണത്തിലാണ് നമ്മൾ വ്യാവസായികമായിട്ട് എന്തിനുപയോഗിക്കുന്നത്? ഇരുമ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. അതിലെ പ്രധാന അസംസ്കൃത വസ്തുവാണ് കൽക്കരി. അപ്പം ഇതിനോടനുബന്ധിച്ച് തന്നെ നമ്മൾ ഈ ഉപദ്വീപീയ പീഠഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് കൂടുതലും ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ കാണപ്പെടുന്നത്. കാരണം അവിടെ ലാറ്ററൈറ്റ് മണ്ണ് കൂടുതലായിട്ടുണ്ട്. ലാറ്ററൈറ്റ് മണ്ണിൽ എന്തുണ്ട്? ധാരാളം ചെങ്കൽ മണ്ണിൽ ധാരാളം അയണിന്റെ കണ്ടന്റ് ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് അവിടേക്ക് എന്ത് കാണപ്പെടുന്നത്? നമ്മുടെ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ കാണപ്പെടുന്നത്. അത് ഖനനം ചെയ്തെടുക്കാൻ ധാരാളം ഇരുമ്പ് ഉള്ളിടത്തല്ലേ നമുക്ക് നിർമ്മാണത്തിനുള്ള ഇരുമ്പുരുക്ക് ശാലകൾ നമുക്ക് സ്ഥാപിക്കാൻ പറ്റും. ഇരുമ്പ് നിർമ്മാണത്തിലുള്ള ഇരുമ്പുരുക്ക് ശാലകൾ സ്ഥാപിക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? ഇരുമ്പ് നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ ലഭിക്കണം. അപ്പം ഈ ഇരുമ്പ് ഖനനം ചെയ്യുന്ന ഭാഗത്തിനോടനുബന്ധിച്ച് എന്തും കാണും? കൽക്കരി പാടങ്ങളും കാണും. അപ്പം അങ്ങനെയുള്ള ഭാഗത്തായിരിക്കും കൂടുതലായിട്ട് നമ്മൾ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പം എന്താ കാരണം? ഈ ഇരുമ്പ് എന്ന ലോഹം നിർമ്മിക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു അസംസ്കൃത വസ്തുവാണ് കൽക്കരി. അപ്പം അതുകൊണ്ടാണ് കൂടുതലും കൽക്കരി പാടങ്ങളുടെ സമീപമായിട്ട് നമ്മൾ ഇരുമ്പുരുക്ക് ശാലകൾ കാണപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഈ ബ്ലാസ്റ്റ് ഫർണസിൽ നിന്നും ഒടുവിൽ ലഭിക്കുന്ന പിഗ് അയൺ, ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് നമുക്ക് നേരിട്ട് ലഭിക്കുന്നത് എന്താണ്? പിഗ് അയൺ ആണ്. ഈ പിഗ് അയണിൽ എത്ര ശതമാനം കാർബൺ ഉണ്ട്? 4% കാർബൺ അടങ്ങിയ പിഗ് അയൺ ആണ് ഒടുവിൽ ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് ലഭിക്കുന്നത്. നോക്കിയേ, ഹേമറ്റൈറ്റ് ഉപയോഗിക്കുന്നു. പിന്നെ ബ്ലാസ്റ്റ് ഫർണസ് എന്ന ഉപകരണമാണ് ഉപയോഗിക്കുന്നത്. ഇതിന് അത്യാവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തുവാണ് കൽക്കരി. ഒടുവിൽ ലഭിക്കുന്നത് 4% കാർബൺ അടങ്ങിയ പിഗ് അയൺ ആണ്. ഓക്കെ ആണല്ലോ. നമ്മൾ പറഞ്ഞത് ഈ ഇരുമ്പുരുക്ക് നിക്ഷേപത്തിൽ ലോകത്തിൽ തന്നെ 20% നിക്ഷേപം ഇന്ത്യയിലുണ്ട്. ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ 8ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളതെന്ന് പറഞ്ഞു. ഇനി ഇരുമ്പുരുക്ക് വ്യവസായത്തിന് തുടക്കം കുറിച്ച പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ? പോർട്ടനോവയാണ്. 1830-ലാണ്. 1830 തമിഴ്നാട്ടിലെ പോർട്ടനോവയിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇരുമ്പുരുക്ക് വ്യവസായത്തിന് തുടക്കം കുറിച്ചത്. നോക്കിയേ, ഇരുമ്പുരുക്ക് വ്യവസായത്തിന് ഇന്ത്യയിൽ ആദ്യമായി തുടക്കം കുറിച്ച പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ നോക്കിയോണം, പോർട്ടനോവയാണ്. തമിഴ്നാട്ടിലെ പോർട്ടനോവയാണ്. വർഷം 1830. ഓക്കെ ആണല്ലോ, സംശയമൊന്നുമില്ലല്ലോ. ഇനി അടുത്ത് നോക്കിയേ, നമ്മൾ പറഞ്ഞു ഇത് തുടക്കം കുറിച്ച പ്രദേശം എന്നാണ് പറയുന്നത്. അവിടെ തുടക്കം കുറിച്ചെങ്കിൽ അത് ഏത് രീതിയിലായിരുന്നു? സ്മാൾ സ്കെയിലായിരുന്നു. അതായത് ഒരു ചെറുകിട രീതിയിലുള്ള വ്യവസായമായിരുന്നു അന്ന് ഇരുമ്പുരുക്ക് വ്യവസായം പോർട്ടനോവയിൽ തുടങ്ങി വെച്ചത്. ഇനി നോക്കി 1870-കളിലേക്ക് വന്നപ്പോൾ ആദ്യത്തെ വൻകിട ഇരുമ്പുരുക്ക് വ്യവസായശാല ആരംഭിക്കുന്നു. എവിടെ? പശ്ചിമ ബംഗാളിലെ കുൾട്ടിയിലാണ് ആദ്യത്തെ വൻകിട ഇരുമ്പുരുക്ക് നിർമ്മാണശാല സ്ഥാപിക്കുന്നത്. 1870-ലാണ്. നമ്മള് ആദ്യം പറഞ്ഞു ഇന്ത്യയിൽ ഇരുമ്പുരുക്ക് വ്യവസായത്തിന് തുടക്കം കുറിച്ച സ്ഥലം എവിടെയാണെന്ന്. പിന്നെ പറഞ്ഞു ആദ്യത്തെ വൻകിട ഇരുമ്പുരുക്ക് വ്യവസായശാല എവിടെയാണെന്ന്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണെന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ബൊക്കാറോയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് വ്യവസായശാല. അപ്പൊ നോക്കിയേ, ബൊക്കാറോ ബേജാറാക്കി. വലിയ ഇരുമ്പുരുക്ക് ശാല വന്നപ്പോഴത്തേക്ക് കൊച്ചു കൊച്ചു കമ്പനികളെയൊക്കെ എന്താക്കി? ബേജാറാക്കി. അവരുടെ ലാഭവും അവരുടെ പണിയൊക്കെ പോകുമോ, അവരുടെ ബിസിനസ് ഒക്കെ നഷ്ടത്തിലാകുമോ ഉള്ള ഒരു അങ്കലാപ്പ്, ഒരു ബേജാർ അവർക്കുണ്ടായി. നോക്കാം, പോയി ബൊക്കാറോ വന്നപ്പോൾ ബേജാറായി. നോക്കിയേ, ബൊക്കാറോ ബേജാറായി എന്നുള്ളതിന്റെ ബി എന്തിനെ സൂചിപ്പിക്കുന്നു? ബൊക്കാറോ. ജാർഖണ്ഡിനെ സൂചിപ്പിക്കുന്നു. 6 റഷ്യയെ സൂചിപ്പിക്കുന്നു. എന്തിനാ ഇവയൊക്കെ സൂചിപ്പിക്കുന്നത്? PSCയുടെ ഇഷ്ട ചോദ്യമാണ്. 4 ഇരുമ്പുരുക്ക് ശാലകളും അവ എവിടെയൊക്കെയാണ് സ്ഥാപിതമായിരിക്കുന്നത്, ആരുടെ സഹായത്താലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അതിനുള്ള ഒരു ഒന്നാമത്തെ ഇരുമ്പുരുക്ക് ശാലയുടെ കോഡാണ് നമ്മൾ പറയുന്നത്. ബൊക്കാറോ. ബി ബൊക്കാറോയെ സൂചിപ്പിക്കും. ബൊക്കാറോ ബേജാറാക്കിന്റെ ബി ബൊക്കാറോയെ സൂചിപ്പിക്കും. ജാർഖണ്ഡിനെ സൂചിപ്പിക്കും. 6 റഷ്യയെ സൂചിപ്പിക്കും. ഓക്കെ ആണല്ലോ. ബൊക്കാറോ ജാർഖണ്ഡില് റഷ്യയുടെ സഹായത്താലാണ് സ്ഥാപിതമായത്. അപ്പൊ ബൊക്കാറോ എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? ജാർഖണ്ഡിലാണ്. ഏത് രാജ്യത്തിന്റെ സഹായത്താലാണ് സ്ഥാപിച്ചിരിക്കുന്നത്? റഷ്യയുടെ സഹായത്താലാണ്. ഓക്കെ. ഇനി നമ്മൾ പറയുന്നു ഏറ്റവും ലാഭകരമായ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണെന്ന്. ഏറ്റവും ലാഭകരമായ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഭിലായ്. ഓക്കെ ആണോ? ലാഭം കൂടി. എന്ത് പറ്റി? ലാഭം കൂടിയപ്പോൾ പണപ്പെട്ടിയൊക്കെ നിറഞ്ഞ് ഭില്ലായി. ഓക്കെ ആണല്ലോ. ലാഭം കൂടിയപ്പോൾ പണപ്പെട്ടിയൊക്കെ നിറഞ്ഞ് ഭില്ലായി എന്ന് ഓർക്കുക. അപ്പൊ ലാഭകരമായത് ഭിലായ്. ഇപ്പൊ നോക്കുക, തുടക്കം കുറിച്ചത് പോർട്ടനോവയില്. ആദ്യത്തെ വൻകിട ഇരുമ്പുരുക്ക് വ്യവസായശാല കുൾട്ടി, പശ്ചിമ ബംഗാൾ. ഏറ്റവും വലുത് ബൊക്കാറോ. ലാഭമുള്ളത് എവിടെയാണെന്ന് വെച്ചാൽ ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഏറ്റവും ലാഭകരമായത്.
ഇനി അടുത്തത് ചോദിച്ചതാണ്, ഇതൊക്കെ പ്രീവിയസ് ആണ്. രണ്ടാം പദ്ധതി കാലത്ത് രൂപീകൃതമായ ഇരുമ്പുരുക്ക് വ്യവസായ ശാലകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഒന്നാം പദ്ധതി കാലത്ത് പ്രാധാന്യം നൽകുന്നത് കൃഷിക്കാണ്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. രണ്ടാം പദ്ധതിയാണ് നമ്മൾ വ്യവസായ പദ്ധതി എന്ന് വിശേഷിപ്പിക്കുന്നത്. രണ്ടാം പദ്ധതി എന്ന് പറഞ്ഞാല് ഏത് പദ്ധതിയാണ്? മഹലനോബിസ് മാതൃക എന്നാണ് അറിയപ്പെടുന്നത്. ഒന്നാം പദ്ധതിയെ ഹരിശ്രീ കുറിച്ചുകൊണ്ട് തുടക്കം കുറിച്ചു. ഒന്നാം പദ്ധതി അതുകൊണ്ട് ഹരോൾഡ് ഡോവർ മാതൃക എന്നറിയപ്പെടുന്നു. അപ്പൊ ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞാൽ ഏത് കാലഘട്ടത്തിലാ? 1951-56 കാലഘട്ടത്തില്. രണ്ടാം പദ്ധതി എന്ന് പറയുമ്പോഴോ 56-61 കാലഘട്ടത്തിലാണ്. ഇതാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഇതാണ് എന്തെന്ന് പറയുന്നത്? രണ്ടാം പഞ്ചവത്സര പദ്ധതി. വ്യവസായത്തിന് പ്രാധാന്യം നൽകി എന്തെന്നറിയപ്പെടുന്നു? മഹലനോബിസ് പദ്ധതി എന്ന് അറിയപ്പെടുന്നു. മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്നത് രണ്ടാം പദ്ധതിയാണ്. ഈ രണ്ടാം പദ്ധതി കാലത്ത് രൂപീകൃതമായ വ്യവസായ ശാലകളാണ് ഏതാ? ഭിലായ്, റൂർക്കേല, ദുർഗാപൂർ. നോക്കേ, BDR 2 BD ഇരുമ്പ് പെട്ടിയിൽ റൂമിൽ വെച്ചു. 2 BD ഇരുമ്പ് പെട്ടിയിൽ റൂമിൽ വെച്ചു. 2 എന്നത് രണ്ടാം പദ്ധതിയെ സൂചിപ്പിക്കുന്നു. B ഭിലായെ സൂചിപ്പിക്കും. D റൂർക്കേലയെ സൂചിപ്പിക്കുന്നു. ഇരുമ്പ് പെട്ടി എന്ന് പറഞ്ഞാൽ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഓർക്കാൻ വേണ്ടിയിട്ടാണ് റൂമിൽ റൂർക്കേല. ഓക്കെ, 2 BD ഇരുമ്പ് പെട്ടിയിൽ റൂമിൽ വെച്ചു എന്ന് ഓർത്ത് വെച്ചേക്ക. B ഏതാ? ഭിലായി. D ദുർഗാപൂര്. പിന്നെയോ റൂമില് റൂർക്കേലയെ സൂചിപ്പിക്കുന്നത്. അപ്പം രണ്ടാം പദ്ധതി കാലത്ത് ഏതൊക്കെ രൂപീകൃതമായ ഇരുമ്പുരുക്ക് വ്യവസായശാലകള്? ഭിലായ്, ദുർഗാപൂർ, റൂർക്കേല. രണ്ടാം പദ്ധതി എന്ന് പറഞ്ഞാൽ 56-61 കാലഘട്ടമാണ്. വ്യവസായത്തിന് പ്രാധാന്യം നൽകിയ പദ്ധതിയാണ്. പിന്നെയോ മഹലനോബിസ് പദ്ധതി എന്നും അറിയപ്പെടുന്നു. ഓക്കെ ആണല്ലോ. ഇനി ഈ റൂർക്കേല, ഭിലായ് എന്നിവ രൂപീകൃതമായത് 1959 ചോദിച്ചിട്ടുണ്ട്. റൂർക്കേല, ഭിലായ് എന്നീ പദ്ധതികൾ രൂപീകൃതമായ വർഷം 1959. റൂർക്കേല, ഭിലായ് എന്നിവ രൂപീകൃതമായത് 1959. ബൊക്കാറോ രൂപീകൃതമായ വർഷം 1964. അപ്പൊ ബൊക്കാറോ രൂപീകൃതമായത് 1964 മൂന്നാം പദ്ധതി കാലത്താണ്. തേർഡ് പദ്ധതി സമയത്താണ് എന്ത് രൂപീകൃതമായത്? തേർഡ് പഞ്ചവത്സര പദ്ധതി കാലത്ത് മൂന്നാം പ്ലാൻ സമയത്താണ് എന്ത് വന്നത്? ബൊക്കാറോ 1964. അപ്പം റൂർക്കേലയും ഭിലായും 1959 രൂപീകൃതമായി. ബൊക്കാറോ രൂപീകൃതമായത് മൂന്നാം പദ്ധതി കാലത്ത് 1964. ഭിലായി, റൂർക്കേല, ദുർഗാപൂർ രണ്ടാം പദ്ധതി കാലത്ത് രൂപീകൃതമായി. അതില് റൂർക്കേലയും ഭിലായും 1959 രൂപീകൃതമായത്. ബൊക്കാറോ രൂപീകൃതമായത് 1964. മൂന്നാം പദ്ധതി കാലത്ത് രൂപീകൃതമായത് ബൊക്കാറോയാണ്. ബൊക്കാറോ ബേജാറാക്കി ഓർത്തു നോക്കിയത് എന്താണ്? B എന്തിനെ സൂചിപ്പിക്കുന്നു? ബൊക്കാറോ. J എന്തിനെ സൂചിപ്പിക്കുന്നു? പറഞ്ഞു നോക്കിയ മനസ്സില്? ജാർഖണ്ഡ്. RO റഷ്യ. അപ്പം ബൊക്കാറോ ജാർഖണ്ഡില് റഷ്യയുടെ സഹായത്താലാണ് രൂപീകൃതമായത്. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഭിലായി, റൂർക്കേല, ദുർഗാപൂർ എന്നീ ഇരുമ്പുരുക്ക് ശാലകൾ എവിടെ സ്ഥിതി ചെയ്യുന്നു? ഏത് രാജ്യങ്ങളാണ് അവരെ സഹായിച്ചത്, രൂപീകൃതമാകാൻ സഹായിച്ചത്? നോക്കിയേ, അതിനുള്ള കോഡാണ്. ശ്രദ്ധിച്ചിരിക്കുക, മറന്നു പോകരുത്. ഉറപ്പായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യും. ഇനി വരുന്ന പരീക്ഷയ്ക്കല്ല, ഇനി ഉള്ള പരീക്ഷകൾക്കും എല്ലാം ഇത് ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ട് നന്നായിട്ട് പഠിച്ചു വെച്ചേക്കുക, കയ്യിൽ പോകരുത്. ബേഡും കൗവും RGB പാടി ബേജാറാക്കി. ബേഡും കൗവും RGB പാടി ബേജാറാക്കി. അപ്പം ബേഡ് പക്ഷികളും, കൗ എന്ന് പറഞ്ഞാൽ എന്താ? പക്ഷിയും പശുവും എല്ലാം കൂടിയിട്ട് എന്താ? ചുവപ്പ്, പച്ച, നീല എന്ന് RGB. അതാണ് നമ്മുടെ പ്രാഥമിക നിറങ്ങളാണ്. റെഡ്, ഗ്രീന്, ബ്ലൂ. അതിനാണ് നമ്മൾ പണ്ട് അംഗൻവാടിയിലൊക്കെ പഠിക്കുമ്പോൾ പറയത്തില്ല, നിറങ്ങളിലൊക്കെ പാട്ടുപാടി കളിക്കാറുണ്ടല്ലോ. അതുപോലെ RGB പാടി ബേജാറാക്കി നോക്കുക. അപ്പം ബേഡും കവും RGB. R റെഡ് നോക്കുക, G ഗ്രീന്, B ബ്ലൂ. അത്രയും ഓർത്താൽ മതി. അതിന് വേണ്ടിയിട്ടാണ് RGB എന്ന് കൊടുത്തിരിക്കുന്നത്. RGB പാടി ബേജാറാക്കി. അല്ലാതെ അവിടെ നിറങ്ങളുടെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, എന്താണ് ബേജാറാക്കി എന്ന് പറഞ്ഞത്? ബേഡും കവും RGB പാടി ബേജാറാക്കി. ഇത്രയും ഓർത്തിരിക്കാമെങ്കിൽ 4 ഇരുമ്പുരുക്ക് ശാലകളും അതിൽ നിന്ന് 89 ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾക്ക് കയ്യില് സൂപ്പർ ആയിട്ട് കിട്ടും. അപ്പൊ നോക്കിയേ, ബേഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ സൂചിപ്പിക്കുന്നത്? ബേഡ് എന്ന് പറഞ്ഞാല് ഭിലായ് ഇരുമ്പുരുക്ക് ശാല. R റൂർക്കേല ഇരുമ്പുരുക്ക് ശാല. D ദുർഗാപൂർ ഇരുമ്പുരുക്ക് ശാല. C സൂചിപ്പിക്കുന്നത് ഛത്തീസ്ഗഡ്. O ഒഡീഷ. W വെസ്റ്റ് ബംഗാൾ. R സൂചിപ്പിക്കുന്നത് റഷ്യ. G ജർമ്മനി. B ബ്രിട്ടൻ. ഒന്നുകൂടി നോക്കേ, BI ഭിലായ്.
ആർ വേർഡിന്റെ ആറ് റൂർക്കേല, ഡി ദുർഗാപൂർ. നോക്കിയേ കൗവിന്റെ സി ഛത്തീസ്ഗഡ്, ഒ ഒഡീഷ, ഡബ്ല്യു വെസ്റ്റ് ബംഗാൾ. RGB രാജ്യങ്ങളെ സൂചിപ്പിക്കുന്നു. റഷ്യ, ജർമ്മനി, ബ്രിട്ടൻ. ഓക്കെ ആണല്ലോ. പിന്നെ നമ്മൾ ബേജാറാക്കി എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. എന്താ ബി? ബി എന്തിനെ സൂചിപ്പിക്കുന്നത്? ബി ബൊക്കാറോയെ സൂചിപ്പിക്കും, ജെ ജാർഖണ്ഡിനെ സൂചിപ്പിക്കും, ആറ് റഷ്യയെ സൂചിപ്പിക്കും. അപ്പൊ ഈ ബി വരുന്ന രണ്ട് സംഭവങ്ങളും നമുക്ക് നിർമ്മിക്കുന്നതിന് സഹായം നൽകിയത് റഷ്യയാണ്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് കോളം തിരിച്ചു വയ്ക്കാൻ നമ്മൾ പറഞ്ഞു. ബേർഡും കവും RGB പാടി ബേജാറാക്കി. ഇനി നമ്മൾ ഇവരെ എങ്ങനെയാണ് തിരിച്ചു വെക്കുക? നോക്കിയേ, അങ്ങനെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ ഇങ്ങനെ കോളം തിരിക്കുക. ഓക്കെ, നമുക്ക് കുറച്ചൊരു ആദ്യത്തെ ഒരു ബുദ്ധിമുട്ട് വരും, പിന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചിരിക്കാൻ പറ്റും. ഇത് ഇങ്ങനെ തന്നെ ഒരു പാട്ട് രൂപത്തിൽ അങ്ങ് പഠിച്ചു വെച്ചേക്കുക. ഇതിനെ നമ്മൾ ഓരോരോ കോളത്തിലാക്കി തിരിച്ചിരിക്കുകയാണ്. ഈ BICR നമ്മൾ ആദ്യം ഇപ്പൊ എല്ലാം കൂടെ തന്നെ ഇവിടെ ഈ അയൺ പ്ലാന്റിനെ സൂചിപ്പിക്കാൻ ഇത് ഇത്രയും കൂടെ. ബേർഡ് അയൺ പ്ലാന്റിനെയാണ് സൂചിപ്പിക്കുന്നത്. കവ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. RGB എന്ന് പറഞ്ഞാൽ ഏത് രാജ്യമാണ്, ഏത് കൺട്രിയാണ് സഹായിച്ചതെന്നാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഇനി നമ്മൾ ഈ ഓരോന്നിനെ സെപ്പറേറ്റ് ഓരോ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ഏത് രാജ്യമാണ് സഹായിച്ചതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് BICR. നോക്കിയേ, താഴോട്ട് അങ്ങ് കോളം വരച്ച് തിരിച്ചെഴുതി. നോക്കിയേ, ഭിലായ് ഛത്തീസ്ഗഡ്, റഷ്യ. ഭിലായ് ഇരുമ്പുരുക്കുശാല സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡ് ആണ്, റഷ്യയാണ് സഹായിച്ചത്. ഓക്കെ, ഇനി നോക്കിയേ, റൂർക്കേല ഇരുമ്പുരുക്കുശാല ഒഡീഷയിലാണ്. ആരാണ് സഹായിച്ചത്? ജർമ്മനിയാണ്. റൂർ ജർമ്മനി, റൂർക്കേല ഒഡീഷയില് ജർമ്മനിയാണ് സഹായിച്ചത്. അടുത്ത നോക്കിയേ, DWB. അടുത്ത നമ്മൾ കോളം തിരിച്ച് താഴോട്ടാണ് കോളം തിരിച്ചത്. എഴുതിയത് നേരെ ബേർഡ് കവ് RGB പാടി ബേജാറാക്കിയത്. അടുത്ത നമ്മൾ കോളം തിരിച്ചത് താഴേക്കാണ്. നമ്മൾ പറഞ്ഞു ഭിലായി ഛത്തീസ്ഗഡ് റഷ്യയില്, റൂർക്കേല ഒഡീഷ ജർമ്മനിയുടെ സഹായം, റഷ്യയിലല്ല റഷ്യയുടെ സഹായത്തോടെ, റൂർക്കേല ഒഡീഷ ജർമ്മനിയുടെ സഹായം. ഇനി നമ്മൾ പറയുന്നു ഡി എന്താ? ദുർഗാപൂർ വെസ്റ്റ് ബംഗാളിലാണ്. ആരുടെ സഹായം? ബ്രിട്ടന്റെ സഹായത്തോടു കൂടി. നോക്കിയേ, DWB എന്താണ്? ദുർഗാപൂർ വെസ്റ്റ് ബംഗാളിൽ ബ്രിട്ടന്റെ സഹായത്തോടെയാണ് നിർമ്മിച്ചത്. പിന്നെ നമ്മൾ ബേജാറാക്കി നമുക്കറിയാലോ, വേറെ ബേജാറും ഇല്ലാതെ പറഞ്ഞേ. ബൊക്കാറോ ജാർഖണ്ഡ് ആരുടെ സഹായത്തോടെയാണ്? റഷ്യയുടെ സഹായത്തോടെ. ബി വരുന്നത് രണ്ടുപേരെയും ആരാ സഹായിച്ചത്? റഷ്യയാണ്. അപ്പം ഇത്രയും കാര്യം ഒക്കെയാണല്ലോ. തിരിഞ്ഞു പോകത്തില്ലല്ലോ. ഒന്ന് ചോദിക്കട്ടെ, നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ വൻകിട ഇരുമ്പുരുക്കുശാല എവിടെയാണ് സ്ഥാപിച്ചത്? ഇന്ത്യയിലെ ആദ്യത്തെ വൻകിട വരുമ്പോ എവിടെ? കുൾട്ടി, പശ്ചിമ ബംഗാളില്. ഇന്ത്യയിലെ ഏറ്റവും ലാഭകരമായ ഇരുമ്പുരുക്ക് വ്യവസായശാല എവിടെയാണ്? പറഞ്ഞു നോക്കണം, ബോർഡിൽ നോക്കാതെ പറഞ്ഞു നോക്കിയേ. ലാഭകരം, ലാഭമായ എപ്പോഴും പണപ്പെട്ടിയൊക്കെ ഭിലായി. ഇനി ഞാൻ ചോദിക്കാണ്, ദുർഗാപൂർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ദുർഗാപൂർ ഇരുമ്പുരുക്കുശാല സ്ഥിതി ചെയ്യുന്നത് വെസ്റ്റ് ബംഗാളിലാണ്. ആരാണ് സഹായിച്ചത്? ബ്രിട്ടനാണ്. ഓർക്കാലോ, നമ്മള് ബേർഡും കവും RGB പാടി ബേജാറാക്കി എന്നുള്ള കോഡിൽ നിന്നും ഇത് എവിടൊക്കെ സ്ഥിതി ചെയ്യുന്നു എന്ന് കിട്ടും, ഏതൊക്കെ രാജ്യമാണ് സഹായിച്ചതെന്ന് കിട്ടും. ഇനി ഞാൻ ചോദിക്കുകയാണ്, റൂർക്കേല ഇരുമ്പുരുക്കുശാലയ്ക്ക് സഹായം നൽകിയത് ആര്? റൂർക്കേല ഇരുമ്പുരുക്കുശാല. നോക്കുക, ബേർഡും കവും RGB പാടി. അപ്പൊ നമ്മൾ രണ്ടായിട്ട് കോളം തിരിച്ചപ്പോ എങ്ങനെ കിട്ടി? ROG കിട്ടി. എന്താ അവിടെ സംഭവിക്കുന്നത്? റൂർക്കേല ഒഡീഷ ജർമ്മനിയാണ് സഹായിച്ചത്. അപ്പൊ നമ്മളെ റൂർക്കേലയെ സഹായിച്ചത് ആരാണെന്ന് ചോദിച്ചാല് ജർമ്മനിയാണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. എല്ലാം നന്നായിട്ട് പഠിച്ചു പോവുക. ഇനി നമുക്ക് പഠിക്കണം, സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്കുശാല ഏതാണ്? സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്കുശാല ഏതാണ് നമ്മൾ പഠിക്കുന്നത്? ഏതാ? ടിസ്കോയാണ് സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്കുശാല. സ്ഥാപിതമായത് ശ്രദ്ധിച്ചിരിക്കണം. ഇതെല്ലാം ചോദിച്ചിട്ടുണ്ട്. വർഷം ചോദിച്ചിട്ടുണ്ട്, എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്, സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലുത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 1907 ജാർഖണ്ഡിലെ ജംഷഡ്പൂരിലാണ് സ്ഥാപിതമായത്. സുവർണരേഖ നദിയുടെ തീരത്താണ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എന്നറിയപ്പെടുന്ന ടിസ്കോ സ്ഥിതി ചെയ്യുന്നത്. നോക്കിയേ, സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്കുശാല ഏതാണെന്നാണ് പറഞ്ഞത്? ടിസ്കോ, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ്. 1907 വർഷം ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. ജംഷഡ്പൂർ, ജാർഖണ്ഡിലെ ജംഷഡ്പൂരിലാണ് സ്ഥാപിതമായത്. ഏത് നദിയുടെ തീരത്താണ്? സുവർണരേഖ നദിയുടെ തീരത്താണ്. ഇനി നോക്കിയേ, സ്റ്റീൽ സിറ്റി എന്നുകൂടി വിശേഷണം ഈ ജംഷഡ്പൂരിനുണ്ട്. അപ്പം ജംഷഡ്പൂരിൽ 1907 ആദ്യത്തെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്കുശാല സ്ഥാപിച്ചത്. സ്റ്റീൽ സിറ്റി എന്ന വിശേഷണം കൂടി ഈ ജംഷഡ്പൂരിന് ഉണ്ട്. ഈ പൊതുമേഖലയിലുള്ള പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്കുശാല ഏതാണ്? നമ്മൾ സ്വകാര്യ മേഖലയൊക്കെ പഠിച്ചു, ചെറുകിടം പഠിച്ചു, വൻകിടം പഠിച്ചു. ഇപ്പൊ നമ്മൾ പറയുന്നത് പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്കുശാല
ഇരുമ്പുരുക്കുശാല, പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്കുശാലയാണ് ഏതെന്ന് പറയുന്നത് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. കർണാടകയിലെ ഭദ്രാവതിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചോദിച്ചിട്ടുണ്ട് പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്കുശാല ചോദിച്ചിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇരുമ്പുരുക്കുശാല കൂടിയാണ് ഏത് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ ഭദ്രാവതിയിലാണ്. വർഷം ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. 1923 കാക്കിനട INC സമ്മേളനം നടന്ന വർഷമാണ് 1923 എന്ത് സ്ഥാപിച്ചത്? ആദ്യത്തെ പൊതുമേഖല അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയായ വിശ്വേശ്വരയ്യ കർണാടകയിലെ ഭദ്രാവതിയിലാണ്. ഇനി അടുത്തത് വിജയനഗർ സ്റ്റീൽ പ്ലാന്റ്. അപ്പൊ നമ്മൾ പറഞ്ഞു വിശ്വേശ്വരയ്യ സ്റ്റീൽ പ്ലാന്റ് കർണാടകയിലാണ്. ഈ കർണാടകയിൽ തന്നെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഇരുമ്പുരുക്കുശാലയാണ് വിജയനഗർ സ്റ്റീൽ പ്ലാന്റ്. ഇതൊക്കെ പൊതുമേഖലയിലുള്ള ഇരുമ്പുരുക്കുശാലകളെ നിയന്ത്രിക്കുന്നത് ആരാണ്? സെയിൽ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് പൊതുമേഖലയിലുള്ള ഇരുമ്പുരുക്ക് വ്യവസായ ശാലകളെ നിയന്ത്രിക്കുന്നത്. സെയിൽ SAIL സ്റ്റീൽ അതോറിറ്റി ഇന്ത്യ ലിമിറ്റഡ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് എന്തിനെ പൊതുമേഖലയിലുള്ള ഇരുമ്പുരുക്ക് വ്യവസായ ശാലകളെ നിയന്ത്രിക്കുന്നത്. ഇനി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് ശാല എന്ന വിശേഷണം കൂടിയുണ്ട് നമ്മുടെ ഭിലായിക്ക്. ഭിലായി എന്താണ് നമ്മൾ പറഞ്ഞത് ഓർത്തോക്കെ? ഭിലായി എന്ന് പറഞ്ഞില്ലേ, ഏറ്റവും ലാഭകരമായ ഇരുമ്പുരുക്ക് വ്യവസായ ശാലയാണ് ഭിലായി. അതിന് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് ശാല എന്ന വിശേഷണം കൂടിയിട്ടുണ്ട് ഭിലായിക്ക്. ഇനി ദക്ഷിണ കൊറിയൻ സഹായത്തോടെ ഇന്ത്യയിൽ ഒഡീഷയിൽ നിർമ്മിക്കപ്പെട്ട ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് പോസ്കോ. അല്ലയോ? പോക്സോ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് നേരിട്ടുള്ള അതിക്രമങ്ങളെയൊക്കെ തടയാൻ വേണ്ടിയിട്ടുള്ള നിയമമാണ് പോക്സോ. അപ്പൊ പോസ്കോ എന്നാണ് ഇതിന്റെ പേര്. മറ്റേത് പോക്സോ, ഇത് പോസ്കോയാണ്. പോസ്കോ സ്റ്റീൽ പ്ലാന്റ് ഒഡീഷയിലാണ്. ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ്? ദക്ഷിണ കൊറിയയുടെ സഹായത്തോടെ ഒഡീഷയിൽ നിർമ്മിക്കുന്നത് പോസ്കോ. ഇനി കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഒരേ ഒരു ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ്. കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരേ ഒരു ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് വിശാഖപട്ടണത്ത്. നമ്മളുടെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലുത് ടിസ്കോയാണെന്ന്. അത് ജംഷഡ്പൂരിലാണ്, 1907 പറഞ്ഞു. ഇനി വിശ്വേശ്വരയ്യ കർണാടകയിലെ ഭദ്രാവതിയിലാണ്, 1923 സ്ഥാപിച്ചതെന്ന് പറഞ്ഞു. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല കൂടിയാണെന്ന് പറഞ്ഞു. ഈ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തേതും ഏറ്റവും ലാഭകരമായതും ഭിലായി എന്ന് പറഞ്ഞു. ദക്ഷിണ കൊറിയയുടെ സഹായത്താൽ എവിടെ നിർമ്മിക്കുന്നു? ഒഡീഷയിൽ നിർമ്മിക്കുന്ന ഇരുമ്പുരുക്ക് വ്യവസായ ശാലയാണ് പോസ്കോ. കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരേ ഒരു ഇരുമ്പുരുക്ക് ശാലയാണ് ഏത്? വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ്. പിന്നെ വിജയനഗർ സ്റ്റീൽ പ്ലാന്റ് എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞു? കർണാടകയിലാണെന്ന് പറഞ്ഞു. സുവർണരേഖ നദീ തീരത്ത് സ്ഥിതി ചെയ്യുന്നത് ടിസ്കോ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇനി നമുക്ക് കുറച്ച് ഖനന കേന്ദ്രങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട്. SCERT ടെക്സ്റ്റിൽ എടുത്ത് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഇരുമ്പ് ഖനന കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം. ഖനന കേന്ദ്രങ്ങളെ കുറിച്ചാണ് പഠിക്കേണ്ടത് പറഞ്ഞല്ലോ. നോക്കി, ഒഡീഷയിലെ ഇരുമ്പയിര് ഖനന കേന്ദ്രങ്ങളാണ് സുന്ദർഗഡ്, മയൂർഭഞ്ച്. നോക്കുക, ഒഡീഷയിലെ ഇരുമ്പയിര് ഖനന കേന്ദ്രങ്ങളാണ് സുന്ദർഗഡ്, മയൂർഭഞ്ച്. ഇനി നോക്കിയേ, ജാർഖണ്ഡിലേത് ദുർഗ് സിംഘം. ജാർഖണ്ഡ്. ഇതിന് നമുക്ക് രണ്ട് സംസ്ഥാനങ്ങളെയും ഈ സംഭവങ്ങളും കൂടി നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം. എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാൻ നോക്കിയേ? ദുർഗയുടെ സിംഹം. ഇതിനെ ദുർഗയുടെ സിംഹം നോക്കാലോ. ദുർഗയുടെ സിംഹം ജാറിലാക്കി. എന്തിനെ? ദുർഗയുടെ സിംഹം ഇരുമ്പ് ജാറിലാക്കി. എന്തിനെ നോക്കിയേ? സുന്ദര മയിലിനെ ഓടിച്ച് ദുർഗയുടെ സിംഹം ജാറിലാക്കി. ഇതൊക്കെ കോഡാണ്. സുന്ദര മയിലിനെ ഓടിച്ച് ദുർഗയുടെ സിംഹം ഇരുമ്പ് ജാറിലാക്കി. നോക്കുക, സുന്ദരമയിലിനെ ഓടിച്ച് ദുർഗയുടെ സിംഹം ഇരുമ്പ് ജാറിലാക്കി. എങ്ങനെയാണ് കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത് നോക്കിയേ? സുന്ദരമയില്, സുന്ദർഗഡ്, മയൂർഭഞ്ച് കിട്ടിയല്ലോ. അതിൽ നിന്നും സുന്ദരമയിലിൽ നിന്ന് എന്തൊക്കെ കിട്ടും? സുന്ദർഗഡും മയൂർഭഞ്ചും കിട്ടി. ഓടിച്ചു എന്നുള്ളത് ഒഡീഷ. ഇനി നമ്മൾ പറഞ്ഞ എന്താ? ദുർഗയുടെ സിംഹമാണ് ഓടിച്ച് എന്തിലാക്കിയത്? ഇരുമ്പ് ജാറിലാക്കി. ഇരുമ്പ് ഖനന കേന്ദ്രം നോക്കാനാണ് ഇരുമ്പ് ജാർ എന്ന് പറഞ്ഞത്. ദുർഗാപൂർ, ദുർഗും സിംഹവുമാണ് ദുർഗയുടെ സിംഹം എന്നുള്ളത് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞത്. ദുർഗ് സിംഹമാണ് ദുർഗയുടെ സിംഹം എന്ന് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇരുമ്പ് ജാറിലാക്കി. ജാർഖണ്ഡ്. നോക്കിയേ, സുന്ദരമയിലിനെ ഓടിച്ച് സുന്ദർഗഡ്, മയൂർഭഞ്ച്, ഒഡീഷ. ഇരുമ്പ് ജാറിലാക്കി. ആര്? ദുർഗയുടെ സിംഹം. ദുർഗ് സിംഹം ജാർഖണ്ഡ്. ഓക്കെ ആണല്ലോ? ഒന്നുകൂടി പറയാം. സുന്ദർഗഡ്, മയൂർഭഞ്ച്, ഒഡീഷ. ദുർഗ് സിംഹം ജാർഖണ്ഡ്. ഇനി അടുത്തത് കർണാടകയിലേതാണ്? ചിത്രദുർഗ
ചിത്രദുർഗ്, ഷിമോഗ, ബെല്ലാരി, ചിക്ക്മംഗ്ലൂർ. കർണാടകയിലെ ഇരുമ്പയിര് ഖനന കേന്ദ്രങ്ങളാണ് ചിത്രദുർഗ, ഷിമോഗ, ബെല്ലാരി, ചിക്ക്മംഗ്ലൂർ. അത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം? ചിത്രയുടെ മോഹം ബെല്ലാരി ചിക്കൻ തിന്ന് കണ്ണടയാനാണ്. ബെല്ലാരി ചിക്കൻ കഴിച്ച് കണ്ണടയാനാണ്. ചില വല്യമാരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലയോ? എന്റെ കൊച്ചുമോളെ കല്യാണം കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് കണ്ണടയാൻ. അത് കഴിയുമ്പോൾ പറയും കൊച്ചിനെ കണ്ടിട്ട് വേണം കണ്ണടയാൻ. അങ്ങനെ ആഗ്രഹങ്ങൾ നീണ്ടു വരും. എന്തായാലും നമ്മുടെ അമ്മമാരും മുത്തശ്ശിമാരൊക്കെ ദീർഘായുസോടെ ഇരിക്കട്ടെ. ചിത്രയുടെ മോഹം ബെല്ലാരി ചിക്കൻ തിന്ന് കണ്ണടയാനാണ് എന്ന് ഓർത്തുവെച്ചേക്കുക. എന്താണ് ചിത്രയുടെ മോഹം? ചിത്രദുർഗ് മോഹത്തിന് സൂചിപ്പിക്കുകയാണ്. മോഹം പറഞ്ഞത് ഷിമോഗയാണ് മോഹം. ബെല്ലാരി ചിക്കൻ തിന്ന്. ബെല്ലാരി ഒരു നമ്മൾ ബോയിലർ ചിക്കൻ എന്നൊക്കെ പറയുന്ന ഒരു ഐറ്റം ആണ് നോക്കുക. ബെല്ലാരി എന്ന് പറയുന്നത് ഇരുമ്പരി ഖനന കേന്ദ്രമാണ് ഇവിടുത്തെ കർണാടകയിലേത്. അപ്പം ബെല്ലാരി ചിക്കൻ, ചിക്ക്മംഗ്ലൂർ ഓർക്കണം. കഴിച്ച് കണ്ണടയാൻ കർണാടക. അപ്പൊ നോക്കിയേ, ചിത്രയുടെ മോഹം ബെല്ലാരി ചിക്കൻ കഴിച്ച് കണ്ണടയാനാണ്. ചിത്രദുർഗ് മോഹം ഷിമോഗ, ബെല്ലാരി, ചിക്ക്മംഗ്ലൂർ ചിക്കൻ കഴിച്ച് കണ്ണടയാൻ കർണാടക. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു സുന്ദരമയിലിനെ ഓടിച്ച് ദുർഗയുടെ സിംഹം ഇരുമ്പ് ജാറിലാക്കി. അവിടെ എന്തൊക്കെ കിട്ടി? സുന്ദർഗഡ്, മയൂർഭഞ്ച്, ഒഡീഷ. പിന്നെ ദുർഗ് സിംഹം ജാർഖണ്ഡ് കിട്ടി. ഇപ്പൊ നമ്മൾ പറഞ്ഞു ചിത്രയുടെ മോഹം ബെല്ലാരി ചിക്കൻ കഴിച്ച് കണ്ണടയാനാണ്. ചിത്രദുർഗ്, ഷിമോഗ, ബെല്ലാരി, ചിക്ക്മംഗ്ലൂർ, കർണാടക. ഇത്രയും കയ്യിലായില്ല, കയ്യിൽ പോകരുത്. ഇനി അടുത്ത നമ്മൾ പറയുന്നത് ഗോവ. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് ഇതൊക്കെ. അപ്പൊ ഗോവയിലെ ഇരുമ്പയിര് ഖനന കേന്ദ്രമാണ് ഇത് മർമഗോവ. ഇരുമ്പയിര് ഖനന കേന്ദ്രം എവിടെയാണ്? ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഗോവയിലാണ്. ഇനി നോക്കിയേ, തമിഴ്നാട്ടിലുള്ളതാണ് സേലവും നീലഗിരിയും. തമിഴ്നാട്ടിലെ ഇരുമ്പയിര് ഖനന കേന്ദ്രങ്ങളാണ് സേലവും നീലഗിരിയും. സേലം കേൾക്കുമ്പോൾ തമിഴ്നാടാണെന്ന് അറിയാലോ. നീലഗിരി അറിയാം, തമിഴ്നാട്. സേലം, നീലഗിരി, തമിഴ്നാട്. ഇവിടെ കോട്ടയുടെ ആവശ്യമില്ല. മർമഗോവ അത് കേൾക്കുമ്പോൾ തന്നെ ഗോവയിലാണെന്ന് അറിഞ്ഞിരിക്കണം. ഇനി മർമഗോവയുടെ പ്രാധാന്യം. ഇരുമ്പ് അയിര് ഖനനത്തിന് പ്രസിദ്ധമായ പ്രദേശം എന്ന് ചോദിച്ചിട്ട് ഓപ്ഷനിൽ മർമഗോവ തരും. അപ്പം ഓർത്തോടുക, മർമഗോവ എന്തിന് പ്രസിദ്ധമാണ്? ഇരുമ്പയിര് ഖനനത്തിന് പ്രസിദ്ധമാണ്. തമിഴ്നാട്ടിലത് സേലം, നീലഗിരി. ഒന്നുകൂടി നോക്കി, ഒഡീഷ സുന്ദർഗഡ്, മയൂർഭഞ്ച്, ജാർഖണ്ഡ് ദുർഗ് സിംഹം. പിന്നെ കർണാടക ചിത്രദുർഗ്, ഷിമോഗ, ബെല്ലാരി, ചിക്ക്മംഗ്ലൂർ. ഗോവയിൽ വരുമ്പോൾ മർമഗോവ, തമിഴ്നാട്ടിലെ സേലം, നീലഗിരി. നമ്മൾ ഇരുമ്പയിര് ഗവേഷണ കേന്ദ്രങ്ങൾ നമ്മൾ നല്ലതായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് കിട്ടാവുന്ന അത്ര കാര്യങ്ങൾ കളക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് നിങ്ങൾ പഠിച്ചു പോകുക. ഉറപ്പായിട്ട് ജോലിയിലേക്ക് എല്ലാവർക്കും എത്താൻ കഴിയും. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തൽക്കാലം ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.